ഉമ്മീസ് കുക്കിംഗ് ടൈൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ വെച്ചിട്ടുള്ളൊരു ഇഡ്ഡലിയാണ്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു 3/4 കപ്പ് റവ ഉണ്ട്. റവയ്ക്ക് നമുക്ക് എത്രയും വേണ്ട വെച്ചാൽ കൂടുതലെടുക്കാം. എത്ര അളവിനാണ് വേണ്ടത്, എത്ര അളവ് വേണമെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ കൂട്ടിയെടുത്താൽ മതി. നമുക്ക് തൈര് ഒഴിക്കുന്നുണ്ട്. തൈര് ഒരു 3/4 കപ്പുണ്ട്. നമുക്കിത് തൈര് വെച്ചിട്ട് ആദ്യം മിക്സ് ചെയ്യുക. നമ്മൾ തൈര് വെച്ചിട്ട് നല്ല മിക്സ് ചെയ്യുക. ഇത് നമുക്ക് പെട്ടെന്നൊരു ഇഡ്ഡലി കഴിക്കണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. നമുക്കിതിൽ ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് നല്ല മിക്സാക്കി നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മൾ ഇഡ്ഡലി മാവ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞു. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ. നമുക്ക് നല്ല മിക്സ് ചെയ്യുക. നമുക്ക് റവ ഇഡ്ഡലി ചുട്ടെടുക്കാം. അങ്ങനെ നമുക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇഡ്ഡലി തട്ടിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരു തവി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ചെറിയ തവിയാണത്. ചെറിയ ഇഡ്ഡലി തട്ടാണ്. നമുക്ക് ആവിയിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് വന്നു. ഇഡ്ഡലി ആവിയിൽ വെച്ച് കൊടുക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് കൊണ്ടും എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. നമ്മൾ അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇഡ്ഡലി റെഡി. നമുക്കിത് തയ്യാറായി. ഇതിന്ന് എടുക്കാം. അങ്ങനെ ഇഡ്ഡലി റെഡി. നമുക്കിതിന്ന് ഓരോന്ന് എടുത്ത് കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും നല്ല ടേസ്റ്റാണ്. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പും വെച്ച് കൊടുക്കാം. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്. എല്ലാതും കണ്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടും ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുകൊണ്ടും അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുകൊണ്ടും എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. രണ്ടാമത്തെ ട്രിപ്പും റെഡി. ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് ഇഡ്ഡലി. അങ്ങനെ റവയും തൈരും വെച്ചിട്ടുള്ള ഇഡ്ഡലി നല്ല സോഫ്റ്റാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൊണ്ടും നല്ല ടേസ്റ്റാണ്. അതിലേക്ക് നല്ല സാമ്പാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.